നോക്കാം എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ റിസൾട്ട് എന്ന്. ഹലോ ഫ്രണ്ട്സ്, ഈ വലിയൊരു ഉരുളിയല്ല വലിയൊരു അരിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തോ സാമ്പാർ അല്ലെങ്കിൽ പായസം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷെ അതൊന്നല്ല കേട്ടോ. നമ്മൾ പരീക്ഷണാർത്ഥം ഒരു വലിയ ജിലേബി, ഒരു ബിഗ്ഗസ്റ്റ് ജിലേബി ഉണ്ടാക്കി നോക്കാൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. നമ്മളൊരു ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കി നോക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫാം. ഇവിടെ ഓപ്പൺ എയറിലാണ് നമ്മൾ നമ്മുടെ ബിഗ്ഗസ്റ്റ് ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ജിലേബീൻ്റെ മാവ് മിക്സ് ചെയ്യാൻ പോവാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ സാധാ ചെറിയ ജിലേബി എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ 2 കിലോളം മൈദ ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. 1/4 ലിറ്ററോളം തൈര് വേണം. 100 ഗ്രാമോളം കോൺഫ്ലവറും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂണ് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാണാനൊക്കെ ഒരു ഉമ്മിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ്, ഇവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് റെഡാണ്. ജസ്റ്റ് ഒന്ന് കളറും ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മാത്രം മതി. കാരണം വെള്ളം കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ മൈദയാണ് സംഭവം, അത് പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അടലടുമട തരിയുണ്ട നല്ല അതിർപ്പത്തിൽ പല തരത്തിൽ പുട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴം പടലയോടെ കോഴിക്കാല് നിർത്തി പൊരിച്ച് കോഴി നഞ്ഞ് കിടത്തി പൊരിച്ച് തിന്ന് മോനെ വേണ്ടമ്മായി തിന്നട മോനെ. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. നമ്മൾ അടുപ്പിൽ തന്നെയാണ് ഈ ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്കതിൻ്റെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ തീയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഏകദേശം 1 ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1 കിലോ ഷുഗറും കൂടെ അതിൽ ഇടുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക ജസ്റ്റ് ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഷുഗർ സിറപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒട്ടി വയ്ക്കാൽ ഇങ്ങനെ വിരലുമിൽ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലാണെങ്കിൽ നമുക്കിത് ഇറക്കി വെക്കാം. നമ്മൾ കെച്ചപ്പിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ബോട്ടിലാണ്. അതിലേക്ക് മാവ്, നമ്മൾ സെറ്റാക്കി വെച്ച മാവ് ഒഴിക്കുകയാണ്. എത്രത്തോളം പരീക്ഷണം വിജയിക്കുമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ജസ്റ്റ് പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. ഇതൊരു പരീക്ഷണാർത്ഥം ഒഴിച്ചതാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ റിസൾട്ട് എന്ന്. ഫസ്റ്റിലത്തെ ഇത് നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. സംഭവം പൊട്ടിപ്പോയി. ഇനി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിൽ സക്സസ് ആവും നോക്കാം. ഇപ്പം 3 പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഉരുളിയിൽ സംഭവം ഉണ്ടാക്കാൻ നടക്കലാണ്. അതിനുശേഷം നമ്മൾ ജിലേബി ഉണ്ടാക്കുന്ന പാത്രം തന്നെ സംഘടിപ്പിച്ചെത്തിച്ച് അതിൽ ഉണ്ടാക്കാൻ പോവാണ്.
ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം സെറ്റായിട്ട് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വന്നാൽ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം ഗെയ്സ് നമ്മൾ വളരെ വിജയകരമായി നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ബിഗ്ഗസ്റ്റ് ജിലേബി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. അങ്ങനെ ഗെയ്സ് അവസാനം നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് നമ്മുടെ ബിഗ്ഗസ്റ്റ് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ട് പറഞ്ഞാൽ കുറേ ട്രൈ ചെയ്തിട്ടാണ്, 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെ അവസാനം ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ജിലേബി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തിട്ട് എന്താ അഭിപ്രായം അവർ തന്നെ പറയും. അപ്പോൾ ഓക്കെ. അടിപൊളി. ഓക്കെ പൊളിച്ചു.